ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ഡോണറ്റ് റെഡിയാക്കി എടുത്താലോ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഐറ്റമൊക്കെ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിലേറെ നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ധൈര്യത്തോടെ കൊടുക്കും ചെയ്യാം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ. നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. ഇതുണ്ടാക്കാനായിട്ട് 2.5 കപ്പ് മൈദാമാവാണ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് 14ഓളം ഡോണട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി എടുത്തിട്ടുള്ളത് മുട്ടയുടെ ആ മഞ്ഞ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. വൈറ്റ് വേണ്ട, മഞ്ഞ മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ ഇളം ചൂടുള്ള പാലാണ് കേട്ടോ. നല്ല തണുത്ത പാലും അല്ല, അധികം ചൂടും വേണ്ട, ഇളം ചൂടിൽ മതി. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രൂപത്തിൽ നല്ലതുപോലെ എല്ലാം കൂടിയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പാല് ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ. നമുക്ക് എത്രയാണോ ഈ മാവിന് വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കാം. ഒരുപാടങ്ങ് ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ മിക്സാക്കിയിട്ട് നോക്കിയിട്ട് വേണം ബാക്കി പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ഒരു കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ ഒക്കെ ഇട്ടിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കുഴക്കണം കേട്ടോ, എങ്കിലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഡോണറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് ടൈം പിടിച്ചിട്ട് വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതെല്ലാം ചെറിയ ബോൾസാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ കത്തി വെച്ചിട്ട് ഞാൻ ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് ഇതൊന്ന് ചെറിയ ബോൾസാക്കി എടുക്കണം. അപ്പം ഇതേപോലെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം കേട്ടോ. ഈ മാവ് ഇതേപോലെ തന്നെ ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ടൊന്ന് ബോൾസാക്കി എടുക്കാം. ഈ ഒരു രീതിക്കാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഡോണറ്റ് ആയതുകൊണ്ട് ഈ ഒരു വലിപ്പം വേണം കേട്ടോ ബോൾസിന്. ഇത് മറ്റൊരു പാത്രത്തിൽ കുറച്ച് പൊടി വിതറിയിട്ട് അതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാവൊക്കെ നമുക്ക് ബോൾസാക്കി എടുത്തിട്ട് വരാം. എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്ലീൻ ഫിലിം കൊണ്ടോ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടോ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം.
വെച്ചതിന് ശേഷം ഇതാ ഈ ഒരു ബോൾസൊക്കെ ചെറുതായിട്ട് ഡബിൾ സൈസായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം ബോൾസാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡോ എടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ബോൾസ് പൊടിയിലൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ശ്രദ്ധയോടെ വേണം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡോണറ്റിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറിപ്പോകും കേട്ടോ. ഇനി ചെറുതായിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഓവർ പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് തട്ടിക്കളയാം. എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു പരന്ന ചപ്പാത്തിയൊക്കെ മറിച്ചിടുന്ന ആ ഒരു ചട്ടകോ അല്ലെങ്കിൽ പരന്നൊരു പാത്രം വെച്ചിട്ടായാലും ഈ ഒരു ബോൾസിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു ബോൾസ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ നടുക്കൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലത്തെ ഒരു നോസിലാണ് വേണ്ടത്. അപ്പോൾ ഇതിലും വലിയൊരു നോസിലുണ്ടല്ലോ അതാണ് വേണ്ടത് കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിതാ ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ നടുക്ക് വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഡോണറ്റിൻ്റെ ഏകദേശം ഷേപ്പിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡോണറ്റിൻ്റെ അച്ചൊന്നും വേണ്ട, നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു ചെറിയൊരു A4 ഷീറ്റോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഒക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിലായിട്ടാണ് ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബോൾസൊക്കെ നമുക്ക് പരത്തിയെടുത്തിട്ട് വരാം കേട്ടോ. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് 30 to 40 മിനിറ്റ് വരെ ഒന്ന് ഡബിൾ സൈസ് ആവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ ബോൾസാക്കി വെച്ചപ്പോൾ കവർ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഒന്ന് ക്ലീൻ ഫിലിം കൊണ്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ട് ഒരു 40 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഡോണട്ടൊക്കെ ഇതാ ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനിപ്പോൾ അത്യാവശ്യം ഓയിൽ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരണ്ട കേട്ടോ. ഒരു 3/4 ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 3 ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ പാത്രത്തിൽ എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ചൂടോടെ തന്നെ ഈ ഒരു ഓയിലിലേക്ക് ഈ ഡോണറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഉൾഭാഗം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം, സാവധാനം വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 വശവും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഗോൾഡ് കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഇതാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഡോണറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കടയിൽ നിന്നും കിട്ടുന്ന അതേപോലത്തെ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റാക്കിയിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ചോക്ലേറ്റ് മെൽറ്റാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി കിട്ടും. ഇനി ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ഒരു ഡോണറ്റ് എടുത്തിട്ട് ഈ ഒരു ചോക്ലേറ്റിൽ മുക്കി കൊടുക്കുക. ഒരു വശം കേട്ടോ, ഇതിൻ്റെ മേലെ വശം ഉണ്ടല്ലോ അതാണ് ഈ ഒരു ചോക്ലേറ്റിൽ മുക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ കിട്ടും കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സംഭവം
ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഷുഗറിൻ്റെ ഷുഗർ ബോൾസ് ഉണ്ടല്ലോ, അതുപോലത്തെ വേറൊരു സംഭവമാണിത്. ഇതിൻ്റെ പേരെന്താ എനിക്ക് ശരിക്കും വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരറിയുന്നവർ കമൻറ്റിൽ ഒന്ന് പറയണം കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഇതാണ് ഞാനൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലത്തെ ഈ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് ഡോണറ്റിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വെറൈറ്റി കളറിന് വേണ്ടിയിട്ട് ഒരു പിങ്ക് കളറും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു വൈറ്റ് ചോക്ലേറ്റിലേക്ക്. അപ്പോൾ ഈ ഒരു കളറ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ ഈ ഒരു കളർ കാണാനായിട്ട്. ഇതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വേറെ ലൈറ്റ് ബ്ലൂ കളർ ഉണ്ടെങ്കിൽ അതും ആക്കി കൊടുക്കാം. അതേപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഈ ഒരു കളർ മാറ്റി കൊടുത്തിട്ട് അതേപോലെ ഡെക്കറേഷനൊക്കെ നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ഈ ഒരു ഷുഗറിൻ്റെ ഈ ഒരു സാധനമാണ് ഇതിലാക്കി കൊടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് കുറച്ച് ചോക്ലേറ്റ് പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം ട്രൈ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഇതൊരു 3 കളറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇത് എത്ര കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാനും പറ്റും. ഇത് ഏതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു ഡോണട്ടാണ് കേട്ടോ. ഇനി ഇതാ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം കട്ട് ചെയ്തിട്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.